Hello readers, welcome back to another episode of Paper Plot after a long break. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സും എന്തൊക്കെയായിരുന്നു എവിടെ ആയിരുന്നു ഞാൻ ഇതെല്ലാം പറയുന്നതായിരിക്കും. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ഹായ്, ബിഗ് ഹായ്. എങ്ങനെ ഉണ്ടായിരുന്നു 2026? എങ്ങനെ പോകുന്നു? സുഖമായിട്ടിരിക്കുന്നു? എല്ലാം കമന്റിൽ പറയാം. സോ ഞാനിപ്പോൾ ഓക്കെയാണ് ആൻഡ് ഐ എം റിക്കവറിങ്. എൻ്റെ പോസ്റ്റ് പാർട്ടം ഓൾമോസ്റ്റ് 2 months പോസ്റ്റ് പാർട്ടം ആണ് ഞാൻ. അപ്പോൾ എല്ലാം ബാക്ക് ടു നോർമലായി. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ ഓൾമോസ്റ്റ് 1 year ആയി. അപ്പോൾ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ആയിട്ട് ഞാൻ കുറച്ച് എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. റീഡിങ്ങിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമേ ആയിരുന്നില്ല. അതായിരുന്നില്ല പ്രയോറിറ്റി ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളായിരുന്നു. സോ അതായിരുന്നു മെയിൻ റീസൺ. ആൻഡ് ഐ എം റിയലി സോറി ഫോർ ഡിസപ്പിയറിംഗ് ആൻഡ് നോട്ട് ഷോയിങ് അപ്പ്. അപ്പോൾ നിങ്ങളൊക്കെ വറി ചെയ്യിപ്പിച്ചതിനൊക്കെ ഐ എം റിയലി സോറി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ബട്ട് അത് ഞാൻ കൂടുതൽ നോക്കാറുണ്ടായിരുന്നില്ല. അതെനിക്ക് ഒരു ഗിൽറ്റി ഫീലിംഗ് കൊണ്ടുവരുന്നു. ലൈക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നില്ലല്ലോ, അപ്പൊ അത് എഗെയിൻ എൻ്റെ മേലിൽ എഗെയിൻ പ്രഷർ ആവുമായിരുന്നു. അപ്പോൾ എനിക്ക് എന്നെ അധികം ഒരു പ്രഷറിലൊരു ഇതില് വരുത്തണ്ടെന്നൊക്കെ വിചാരിച്ചതുകൊണ്ടാണ് ഇത് ഇത്രയും ലേറ്റ് ആവാൻ കാരണം. ആൻഡ് രണ്ടാമത്തെ ഒരു ബിഗ് റീസൺ എന്ന് പറയുന്നത് ഐ വാസ് ഇൻ എ ഹ്യൂജ് റീഡിങ് സ്ലംപ്. അപ്പൊ ഇതേപോലെ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിലും ഞാൻ നേരിട്ട് സെയിം ഒരു കാര്യമാണ്. ലൈക്ക് റീഡിങ് ആയിരിക്കും എൻ്റെ എനിമി. ലൈക്ക് ബുക്സ് ആണ് എൻ്റെ ഒരു ദുഷ്മൻ ഇൻ പ്രഗ്നൻസി. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നറിയില്ല. മേ ബി ഹോർമോണൽ ചേഞ്ച് കൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് ബുക്സ് കാണുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ അതേ സെയിം ഇഷ്യൂ എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് ട്രിമസ്റ്റർ ഒക്കെ ആയപ്പോൾ ഞാൻ ട്രൈ ചെയ്തു ഒരുപാട് വായിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് അത് ഒന്നും അങ്ങോട്ട് കാര്യമായിട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. കുറെ ബുക്സ് സ്റ്റാർട്ട് ചെയ്യും, കുറെ DNF ചെയ്യും, ഒന്നും ഒരു 2-3 പേജസിന്റെ കൂടുതൽ വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 2026 സ്റ്റാർട്ട് ചെയ്തപ്പോൾ എഗെയിൻ ഞാൻ ട്രൈ ചെയ്തു. കോഹോന്റെ റിമൈൻഡേഴ്സ് ഓഫ് ഹിം വെച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അതൊരു പോപ്കോണി ഈസി പീസി ആയിട്ട് വായിക്കാൻ പറ്റിയ ബുക്ക് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിക്കാൻ തന്നെ പറ്റി. ബട്ട് ഐ വാസ് ഹാവിങ് എ ഗുഡ് ടൈം. ബട്ട് എഗെയിൻ എനിക്ക് അടുത്ത ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എഗെയിൻ സെയിം ഫീലിങ്സ് ആയിരുന്നു. സോ അപ്പോഴും എനിക്ക് കംപ്ലീറ്റ്ലി റീഡിങ്ങിലോട്ട് വരാനൊന്നും പറ്റിയില്ല. ഒരു 2 months പോസ്റ്റ് പാർട്ട് ആയ സമയത്ത് ഞാൻ ഇങ്ങനെ ബുക്ക് ട്യൂബേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫാന്റസി ബുക്ക് എന്റെ കണ്ണിൽ പെട്ടു. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അതൊരു 2000 പേജുള്ള ബുക്ക് ആയതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു തുടങ്ങാൻ. കാരണം 2000 പേജുള്ള ബുക്ക് അല്ലല്ലോ ഒരു സ്ലംബിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഐ വാസ് റീഡിങ് വെരി സ്ലോ. ഐ വാസ് സ്ലോലി സിങ്കിങ് ഇൻ. എന്റെ ഓൾസോ ടേക്കിംഗ് കെയർ ഓഫ് മൈ ബേബി, മൈ ഹെൽത്ത്, അതൊക്കെ അതിന്റെ കൂടെ പോകുന്നുണ്ടായിരുന്നു. മെല്ലെ ഐ ഗോട്ട് റീഡ് ഓഫ് മൈ റീഡിങ് സ്ലംപ് വിത്ത് ദാറ്റ് ബുക്ക്. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് റീഡ് ഓഫ് മൈ ഹ്യൂജ് റീഡിങ് സ്ലംപ്. അപ്പോൾ നൗ ഐ എം ബാക്ക് ടു ട്രാക്ക്. അപ്പോൾ ഐ വിൽ ബി ഡൂയിങ് വീഡിയോസ്. എന്നെ കൊണ്ട് പറ്റുന്നത്ര ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ഞാൻ വായിച്ച ബുക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ സ്റ്റാർട്ടഡ് ദിസ് ഇയർ വിത്ത് റിമൈൻഡേഴ്സ് ഓഫ് ഹിം ബൈ കൊളിൻ ഹൂവർ. ഇറ്റ് വാസ് എൻ ഭയങ്കര ഈസി പീസി ആയിട്ടുള്ള ഒരു റീഡായിരുന്നു. ഇതിൽ മെയിൻ ക്യാരക്ടറാണ് കെന്ന. അപ്പോൾ അവൾ പ്രിസണിലാണുള്ളത്. ഇപ്പോൾ അവളുടെ തടവ് കഴിഞ്ഞ് അവളെ ഇറങ്ങുകയാണ്. അപ്പോൾ പ്രിസണിലായിരിക്കുമ്പോഴാണ് അവളുടെ മകൾക്ക് ഡെലിവറി ചെയ്യുന്നത്. അവൾ പ്രഗ്നന്റ് ആയിരുന്നു പ്രിസണിലായിരുമ്പോൾ. അപ്പോൾ അവള് പുറത്തിറങ്ങിയതിന് ശേഷം അവൾക്ക് ഇതുവരെ മകളെ കണ്ടിട്ടില്ല. സോ അവൾക്ക് ആ മകളുടെ കസ്റ്റഡിയും ഇല്ല. കാരണം അവള് ഈ ഒരു പ്രിസണിലായതുകൊണ്ട് തന്നെ. അപ്പൊ ഈ മകള് താമസിക്കുന്നത് അവളുടെ ഹസ്ബൻഡിന്റെ പാരന്റ്സിന്റെ കൂടെയാണ്. സോ അവൾക്ക് അവളുടെ മകളുമായിട്ട് ആ ഒരു നഷ്ടപ്പെട്ടു പോയ ലൈഫ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വരുന്നത്. ബട്ട് ആരും തന്നെ അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ബിക്കോസ് ഓഫ് ഈ പ്രിസണിലായ ഒരു കാരണം കൊണ്ട് തന്നെ. അങ്ങനെ അവളുടെ ഹസ്ബൻഡിന്റെ പഴയൊരു സുഹൃത്ത്, അവളുടെയും ഒരു കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ലെഡ്ജറുമായിട്ട് അവള് അടുക്കുകയാണ്. ആൻഡ് ഹീസ് കൈൻഡ് ഓഫ് ഹെൽപ്പിംഗ് ഹർ, എന്താ പറയാ, മകളുമായിട്ട് റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. സോ അങ്ങനെയുള്ളൊരു സ്റ്റോറി ആയിരുന്നു. ഇറ്റ് വാസ് വെരി സിമ്പിൾ, വെരി മീഡിയോക്കർ, വെരി ആവറേജ്, ആൻഡ് ഐ ഗേവ് ഇറ്റ് 3 stars. സോ ദ നെക്സ്റ്റ് ബുക്ക് ഞാൻ 2026 പിക്ക് ചെയ്തത് ആൽക്കമൈസ്ഡ് എന്ന് പറഞ്ഞൊരു ബുക്കായിരുന്നു. അതാണ് എന്നെ റീഡിങ് സ്ലംബിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ ഒരു ബുക്ക്.
അപ്പോൾ അത് ഒരു 2000 പേജിൽ ബുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ കറന്റ്ലി ഇപ്പോഴും റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഐ എം മേക്കിംഗ് പ്രോഗ്രസ്. ഐ തിങ്ക് ഒരു 70% കഴിഞ്ഞു ഞാൻ. ആൻഡ് ഐ എം ഹാവിങ് എ വെരി ഗുഡ് ടൈം. അപ്പോൾ ആ ഒരു പഴയ റീഡിങ്ങിനോടുള്ള സ്നേഹമൊക്കെ ഇതിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. ഇതിലൊരു വാർ സംഭവിക്കുകയാണ് ബിറ്റ്വീൻ ഇറ്റേണൽ ഫ്ലെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പും അതുപോലെ അൺഡൈയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പും. ഈ അൺഡൈയിങ്ങിലുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഹൈ നെക്രോമാൻസേഴ്സ് ആണ്. ഇറ്റേണൽ ഫ്ലെയിംസിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരുമാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു വാറിൽ ജയിക്കുന്നത് ഈ ഒരു നെക്രോമാൻസേഴ്സ് ആണ്. അവർ ഈ ഇറ്റേണൽ ഫ്ലെയിംസിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും കൊലപ്പെടുത്തും. ബട്ട് ഒരാൾ മാത്രം ബാക്കിയാവാണ്, വിച്ച് ഇസ് ഹെലന. അപ്പോൾ ഈ ഹെലനക്ക് ഒരു മെമ്മറിയും ഇല്ല. എങ്ങനെയാണ് അവൾ മാത്രം സർവൈവ് ചെയ്തെന്നോ ആരാണ് അവളെന്നോ എന്തായിരുന്നു എന്നൊന്നും ഓർമ്മയില്ല. അവളുടെ മെമ്മറി ആരോ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അതിലെന്തൊക്കെയോ. അപ്പോൾ അങ്ങനെ ചേഞ്ച് വരുത്താൻ പറ്റിയൊരു വേൾഡ് ബിൽഡിംഗ് ആണ് ഉള്ളത്. ലൈക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും മെമ്മറി അവർക്ക് അവരുടെ പവർ യൂസ് ചെയ്തിട്ട്. സോ ഈ ഒരു ഹൈ നെക്രോമാൻസർ, ആ നെക്രോമാൻസിന്റെ ടോപ്പിലിരിക്കുന്ന ആൾക്ക് ഒരു സംശയം, ലൈക്ക് എന്താണ് അവളുടെ മെമ്മറിയിൽ ഉള്ളത് ഇത്രയും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അതെന്താന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവളെ ഏൽപ്പിക്കുന്നത് കെയ്ൻ ഫെറൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെക്രോമാൻസറിന്റെ അടുത്താണ്. അതാണ് നമ്മുടെ മെയിൽ ക്യാരക്ടർ. ആൻഡ് ഓഫ് കോഴ്സ് ഒരു സ്വൂണിങ് റൊമാൻസ് ഇസ് കൈൻഡ് ഓഫ് ബ്ലൂമിങ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ഈ ഒരു കംപ്ലീറ്റ്ലി വ്യക്തത ഇല്ലാത്ത ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. സെക്കൻഡ് പാർട്ടിലാണ് അവളുടെ ഈ ഒരു മെമ്മറി എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയായിരുന്നു വാർ, അതൊക്കെ പറയുന്നത് സെക്കൻഡ് പാർട്ടിലാണ്. സോ I'm in second part and I'm having a good time. I'm really enjoying it. അപ്പോൾ നിങ്ങൾക്ക് ഫാന്റസി റൊമാൻറ്റസി ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് വൺ. ബട്ട് ഇറ്റ്സ് ടു ലോങ്. അപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ഈ ഒരു ആൽക്കമൈസ്ഡ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ട്രൈ ചെയ്ത അതർ ബുക്കാണ് മൈ ഹസ്ബൻഡ്സ് വൈഫ് ബൈ ആലിസ് ഫീനി. അപ്പോൾ ഇതും ഞാൻ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു. സോ ഇതൊരു ത്രില്ലറാണ്. ആൻഡ് ദിസ് ഈസ് അബൌട്ട് എ വുമൺ നെയ്മഡ് ഈഡൻ. അപ്പോൾ അവളുടെ ലൈഫിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം അവൾ റണ്ണിങ്ങിന് പോയി തിരിച്ചു വരുമ്പോൾ അവളുടെ കയ്യിലുള്ള കീസ് വെച്ചിട്ട് വീട് തുറക്കാൻ പറ്റില്ല. അപ്പോൾ അവൾ ബെല്ലടിക്കുമ്പോൾ അവളുടെ അതേ ബിൽഡുള്ള, അവളുടെ അതേ സിമിലർ ലുക്കിംഗ് ഉള്ള ഒരു സ്ത്രീ ആയിരിക്കും ഡോറ് തുറക്കുക. അപ്പോൾ അവൾ പറയും അവളാണ് ഈഡൻ. ഇവളുടെ ഹസ്ബൻഡിനെ വിളിക്കുമ്പോൾ ആ ഹസ്ബൻഡും സപ്പോർട്ട് ചെയ്യും അതാണ് ഈഡൻ എന്ന്. അപ്പൊ ഇവള് ആകെ സ്റ്റണ്ട് ആവുകയാണ്. എങ്ങനെയാണ് ആ ഹസ്ബൻഡ് അവളാണ് ഈഡൻ എന്ന് ക്ലെയിം ചെയ്യുന്നതെന്നൊക്കെ എങ്ങനെ പ്രൂവ് ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിൽ അവൾ ആകെ സ്റ്റണ്ട് ആവും. അതാണ് പ്രെമിസ്. അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രീഗിങ് ആയിട്ട് തോന്നി. Anyway, first half was really good. I think second half lost its momentum. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ വിചാരിച്ച പോലെയല്ല സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ബട്ട് ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ട് വിച്ച് വാസ് റിയലി ഗുഡ്. സോ ഐ തിങ്ക് ഐ ലവ്ഡ് ഇറ്റ് ബട്ട് ഐ ഡിഡ്ന്റ് ലവ് ഇറ്റ് ഇനഫ്. സോ ഒരു 3.5 സ്റ്റാർ റീഡ് ആയിരുന്നു. ബട്ട് ഐ ഹാഡ് എ ഗുഡ് ടൈം റീഡിങ് ഇറ്റ്. ബുക്ക് ഐ ട്രൈഡ് വാസ് പ്രൊജക്ട് ഹെയിൽ മേരി. അപ്പോൾ അതിന്റെ മൂവി റിലീസ് ആയതുകൊണ്ട് തന്നെ എനിക്കിത് വായിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. I really enjoyed it. It was a 4.5 star read. So ഇതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് റൈലൻ ഗ്രേസ്, ഡോക്ടർ ഗ്രേസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഹി വേക്സ് അപ്പ് ഇൻ എ സ്പേസ് ഷിപ്പ്. ഒരു ദിവസം പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നോ എങ്ങനെ ആ സ്പേസിൽ അവൻ എത്തിയെന്നോ സ്പേസ് ഷിപ്പ് എന്താണ് അവന്റെ മിഷൻ എന്നോ ഒന്നും അവന് അറിയില്ല. അവന്റെ കൂടെ ഉണ്ടായിരുന്ന ക്രൂസ് ഒക്കെ മരിച്ചിട്ടുണ്ടാവും. 2 പേരുണ്ടാവുക, 2 പേരും മരിച്ചിട്ടുണ്ടാവും. അപ്പൊ അവനക്ക് ഇത് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് തന്നെ അറിയില്ല. അങ്ങനെ പിന്നെ മെല്ലെ അവന് മനസ്സിലാവും അവനൊരു ഇൻഡ്യൂസ്ഡ് കോമയിലായിരുന്നു. പിന്നെ അവന്റെ മെമ്മറി ഓരോന്നായിട്ട് മെല്ലെ ലേറ്റർ ഇൻ ദ ബുക്ക് തിരിച്ചു വരും. അപ്പോഴാണ് നമുക്ക് ഫുൾ സ്റ്റോറി അറിയാൻ പറ്റുക. ലൈക്ക് എന്ത് മിഷനിലാണ് അവൻ വന്നിട്ടുള്ളതെന്നും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ക്രൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അവരായിരുന്നു സയന്റിസ്റ്റും എഞ്ചിനീയേഴ്സും ഒക്കെ. ഇവനൊരു സാധാ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സയൻസ് ടീച്ചറാണ്. അപ്പോൾ അവരുടെ ഹെൽപ്പ് ഇല്ലാതെ അവന് ആ ഒരു മിഷൻ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. ആൻഡ് ഓൾസോ ഓൺ ദ വേ ഒരാളെ പരിചയപ്പെടും, ലൈക്ക് ഈ സെയിം റീസണിന് വന്നിട്ടുള്ള ഒരാള്. ആൻഡ് ടുഗദർ അവരുടെ ആ ഒരു ജേർണിയിൽ ദേ ഫൈൻഡ് സൊല്യൂഷൻ. കാരണം ഇവനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എർത്ത് നിൽക്കുന്നത്. എർത്ത് ഡേഞ്ചറിലാണ്. സോ ഹി ഈസ് ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ് ഇമ്പോസിബിൾ മിഷൻ. അപ്പോൾ അതാണ് ഈ ബുക്കിലുള്ളത്. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഓഡിയോ ബുക്ക് ഷെഫ്സ് കിസ് അടിപൊളിയാണ്. ലൈക്ക് എങ്ങനെ നറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഭയങ്കര എന്റർടൈൻഡ് ആയിരിക്കും ത്രൂ ഔട്ട് ദ ബുക്ക്. ആൻഡ് ഓൾസോ
ഭയങ്കര ഫണ്ണിയാണ്. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലൈക്ക് ആ ഗ്രേസിന്റെ എനിക്ക് ഭയങ്കരമായിട്ട് മെയിൻ ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ ഇതിലൊരു ബോണ്ടൊക്കെ വരുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഐ റിയലി ഹാഡ് എ ഗുഡ് ടൈം റീഡിങ് ദിസ് വൺ. ഞാൻ വിചാരിച്ച അത്രയും സയൻസ് കാര്യങ്ങളുമായിട്ട് ബോറടിപ്പിക്കുന്നൊന്നുമില്ല. എല്ലാത്തിനെ പറ്റിയിട്ടും കുറച്ചൊക്കെ ഇൻഫോർമേഷൻസ് ഉണ്ട്, ലൈക്ക് ഗ്രാവിറ്റി ആൻഡ് ഓൾ ടു മച്ച് എക്സ്പ്ലെയിൻഡ് ഇൻ ദ ബുക്ക്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ എന്റർടൈൻഡ് ആയിരിക്കും ത്രൂ ഔട്ട്. അപ്പോൾ ഐ ഹാഡ് എ ഗുഡ് ടൈം റീഡിങ് ദിസ് വൺ. ഇറ്റ് വാസ് 4.5 സ്റ്റാർ റീഡ്, റിയലി വർത്ത് ദ റീഡ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വായിച്ചിട്ടില്ലെങ്കിൽ യു ഹാവ് ടു പിക്ക് ദിസ് ബുക്ക്. സോ ഇതൊക്കെ ആയിരുന്നു എൻ്റെ 2026 ഞാൻ വായിച്ച ബുക്സ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് 2026 വായിച്ചതെന്നൊക്കെ കമന്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. ഐ വിൽ സീ യു വിത്ത് another one. Till then, bye bye and take care.